നമ്മോട് ഈ എപ്പോഴും ശത്രുതയൊക്കെ വെച്ച് പുലർത്തുന്നവരോട് നമ്മൾ തിരിച്ചും ശത്രുത കാണിച്ചാൽ പിന്നെ എന്തുവാ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം? ഒന്നുമില്ല അല്ലേ? കുറച്ച് നേരത്തേക്കൊക്കെ നമുക്കൊരു വിഷമം കാണും. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ വിഷമങ്ങളൊക്കെ അങ്ങ് മാറ്റുവാണെങ്കിലുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം, അവരുടെ മനസ്സിനും ഒരു സന്തോഷമായിട്ട് വരും അത് കേട്ടോ. അതെ. എപ്പളാ ചിലപ്പോൾ നമ്മൾ ഈ ശത്രുക്കളോട് ചെന്ന് സംസാരിച്ച് എല്ലാം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചിലപ്പം നമ്മുടെ മിത്രങ്ങളെക്കാളും കൂടുതലായിട്ട് നമ്മെ സ്നേഹിക്കുന്നതും നമ്മളെ മനസ്സിലാക്കി മുൻപോട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നതും ചിലപ്പോൾ ഈ ശത്രുക്കളായി നിന്നവരായിരുന്നു എന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കും കേട്ടോ. അതെ, ഞാൻ ഒരു ഉദാഹരണം പറയാം, ഒരു കഥ പറയാവേ. ഒരു താറാവ് അതിൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ തടാകത്തിൽ നീന്തൽ പഠിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ എത്ര നീന്തൽ പഠിപ്പിക്കാൻ നോക്കിയാലും ഇത് പഠിക്കത്തില്ല. ഇത് ഈ താറാവിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ തത്തിക്കളിച്ചു, അതാണെങ്കിൽ പിടിച്ച് തെള്ളി താഴെ ഇടാൻ നോക്കും. താഴെ ഇട്ട് കഴിഞ്ഞാലും അത് വെള്ളത്തിൽ പോകത്തില്ല. ഇങ്ങനെ നീന്താനായിട്ട് ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അത് പോകണ്ട, അതങ്ങ് അമ്മയുടെ ആ മുകളിലിരുന്ന് നീന്തിയാൽ മതി എന്നുള്ള ഒരു രീതിയിലായിപ്പോയേ. അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പരുന്ത് മോളത്തെ അവിടെ അടുത്ത് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ കൊമ്പത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കണ്ട് ഇതെല്ലാം താഴോട്ട് നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പരുന്ത് നേരെ വന്നിട്ട് ഈ താറാവിനെ പൊക്കിക്കൊണ്ട് അങ്ങ് പോയി. പക്ഷേ അമ്മയ്ക്ക് പേടിയായിപ്പോയി. ദൈവമേ, ഇതെന്നെ എൻ്റെ ശത്രുവല്ലേ, ഇതെന്നെ അവിടെ കൊണ്ടുപോയി കൊല്ലുമോ, എൻ്റെ മക്കൾക്ക് പിന്നെ ആരുണ്ടാകും എന്നൊക്കെയുള്ളൊരു പേടിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണേ. പക്ഷേ ഈ പരുന്ത് കൊണ്ടുപോയി ആ മരത്തിൻ്റെ ശിഖരത്തെ കൊണ്ടുപോയി അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ താഴോട്ട് നോക്കിക്കോ, നിൻ്റെ മക്കളെ നീ നോക്കിക്കൊണ്ടിരുന്നോണോ എന്ന് പറഞ്ഞു. അവൾ ആ മുകളിലിരുന്ന് അമ്മ ഇത് താഴോട്ട് നോക്കിയപ്പം ആ കുഞ്ഞുങ്ങൾക്ക് പേടിയായിപ്പോയി. കാരണം അമ്മയില്ലാതുള്ളൊരു ജീവിതമാണ് ഇനി ഞങ്ങൾക്ക് വേണ്ടിയത്. അന്നേരം ഇനിയിപ്പം തന്നെ ഞങ്ങൾക്ക് വെള്ളത്തിൽ കിടന്നേ നീന്തിയേ പറ്റത്തുള്ളെന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവർ നീന്തൽ പഠിച്ചു. അങ്ങനെ ഇവർ വെള്ളത്തിൽ പോയി ഒന്ന് മുങ്ങി താണും ഒക്കെ പറഞ്ഞ് ഇവർ നീന്തൽ പഠിച്ച് മുന്നോട്ട് പോയി. അന്നേരം ആ പരുന്ത് അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തു അമ്മയ്ക്ക്, കണ്ടോ, നീ എത്ര പരിശ്രമിച്ചിട്ടും അവർ നീന്തൽ പഠിക്കാൻ പറ്റിയില്ല. അത് ഇപ്പോൾ അവർക്ക് മനസ്സിലായി, അമ്മയില്ലാത്തൊരു ജീവിതം അവർക്ക് തന്നെ ജീവിച്ചേ പറ്റത്തുള്ളെന്നുള്ളത്. ഞാൻ നിന്നെ ഇവിടെ തിന്നാനോ കൊല്ലാനോ ഒന്നും കൊണ്ടുവന്നതല്ല, നിന്നെ ഈ മക്കൾക്കൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. എന്ത് നോക്കിയേ, ആ ശത്രുതയാണ്. ഈ താറാവിനെയും കോഴിയൊക്കെ കാണുമ്പം കുത്തിപ്പറിച്ചുകൊണ്ട് പോകുന്ന പരുന്ത് പോലും ആ അമ്മയെ സഹായിക്കാനായിട്ട് ഒരുങ്ങി അവരുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി അല്ലേ. എന്തൊരു കോഇൻസിഡൻസ് ആണെന്ന് നോക്കിക്കോണേ. ഇതുപോലൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും മുൻപോട്ട് നടക്കുന്നത്. നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതും ഇതിൽ നിന്നൊക്കെയാണെന്ന് മനസ്സിലായോ ഇപ്പം, അല്ലേ?